ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് എവേർട്ടനെ അവർ പരാജയപ്പെടുത്തിയത്. ബെഞ്ചമിൻ സെസ്കോ നേടിയ ഗോളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. എന്നാൽ ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു പ്രകടനം അത് യുണൈറ്റഡിന്റെ ഗോൾ കീപ്പറായ സെന്നെ ലാമൻസിന്റെ പ്രകടനം തന്നെയാണ്. എവേർട്ടന്റെ പല മുന്നേറ്റങ്ങളും നിഷ്പ്രഭമാക്കിയത് ലാമൻസ് തന്നെയാണ്. മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് ഈ ഗോൾ കീപ്പറാണ്. ഇനി എടുത്തു പ്രശംസിക്കേണ്ട ഒരു കാര്യം സെറ്റ് പീസുകളെ അദ്ദേഹം കൂളായിക്കൊണ്ട് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. അതായത് സെറ്റ് പീസുകൾ ലഭിക്കുന്ന സമയത്ത് എവേർട്ടൺ പയറ്റിയ ഒരു തന്ത്രമുണ്ട്. നേരത്തെ ആഴ്സണൽ പയറ്റിപ്പോരുന്ന ഒരു തന്ത്രം അനുകരിക്കുകയാണ് എവേർട്ടൺ ചെയ്തിട്ടുള്ളത്. അതായത് കോർണറോ ഫ്രീ കിക്കോ ലഭിച്ചു കഴിഞ്ഞാൽ ഗോൾ കീപ്പറെ കുഴപ്പത്തിലാക്കുക, ഗോൾ ലൈനിൽ എല്ലാവരും വന്നുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന ഒരു തന്ത്രമായിരുന്നു എവേർട്ടണും പയറ്റിയിരുന്നത്. പക്ഷെ അവിടെയൊന്നും പ്രശ്നങ്ങളിൽ അകപ്പെടാതെ അല്ലെങ്കിൽ അടിപതറാതെ നല്ല കൂളായിക്കൊണ്ട് നല്ല കാമായിക്കൊണ്ട് ആ സിറ്റുവേഷനെ കൈകാര്യം ചെയ്യാൻ ലാമൻസിന് കഴിഞ്ഞിട്ടുണ്ട്. മറ്റേതെങ്കിലും ഗോൾ കീപ്പർ ആയിരുന്നുവെങ്കിൽ അവിടെ പാനിക് ആയേനെ, പ്രശ്നങ്ങൾ വഷളായേനെ. പക്ഷെ ഇത്രയധികം പ്രശ്നങ്ങൾ ഈ ഒരു സെറ്റ് പീസ് സമയത്ത് ഉണ്ടായിട്ടും അതിനെ മനോഹരമായിക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ ഈ ഗോൾ കീപ്പർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനെ പ്രശംസിച്ചുകൊണ്ട് ഇപ്പോൾ അവരുടെ പരിശീലകനായ മൈക്കൽ ക്യാരിക്ക് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് വളരെ കാമായിക്കൊണ്ടാണ് ഈ സിറ്റുവേഷനെ അദ്ദേഹം കൈകാര്യം ചെയ്തത് എന്നാണ് ക്യാരിക്ക് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം ഗോൾ കീപ്പർമാർ കുഴപ്പങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ ഗോൾ കീപ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ റോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. നല്ല സംയമനവും ശാന്തതയും വേണ്ട ഒരു ജോലിയാണ് അത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതാണ് ലാമൻസിനെ കുറിച്ച് യുണൈറ്റഡ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആഴ്സണൽ പയറ്റി തുടങ്ങിയ ആ ഒരു തന്ത്രം, സെറ്റ് പീസ് തന്ത്രം ഇപ്പോൾ പല ടീമുകളും അനുകരിച്ച് തുടങ്ങി എന്നുള്ളതാണ്. ഇത് ഗോൾ കീപ്പർമാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ റഫറിമാർക്കെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ഗോൾ കീപ്പർമാരെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് പലരും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി വീണ്ടും കാണാം.